എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ബൈബിൾ വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്ന വിഷയം 23-ാമത്തെ വിശുദ്ധ ലൂക്കോസിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ 43 തൊട്ടുള്ള അധ്യായങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. 43 തൊട്ട് 44, 45, 46 നമുക്ക് വായിക്കാം. അപ്പോൾ കർത്താവിനെ ക്രൂശിൽ തറച്ചു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ രൂപം ധരിച്ചു വന്ന കർത്താവ് ദൈവത്തിൻ്റെ ആദ്യജാതനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണെന്നോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മളെ അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തെ, യേശുപുത്രനെ ക്രൂശിൽ തറച്ചു. അപ്പോൾ എല്ലാവരും തലയോടിടമെന്ന സ്ഥലത്താണ് കർത്താവിനെ ക്രൂശിൽ തറച്ച്. അപ്പോൾ അവനെ ദുഷ്പ്രവർത്തിക്കാരായി ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായിട്ട് യേശുക്രിസ്തുവിനെ നടുക്കുമായിട്ടാണ് ക്രൂശിൽ തറച്ചത്. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കി നിന്നു. അവർ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ഇവൻ തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പടയാളികളും അവനെ പരിഹസിച്ചു. അവനെ അടുത്ത് നിന്ന് വന്ന് പുളിച്ച വീഞ്ഞു കാണിച്ചു കൊടുത്തു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നീ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും എഴുതി അവനെ ഒരുപാട് പരിഹസിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒന്നിനെ വലത്ത് ഭാഗത്തും ഒന്നിനെ ഇടത്ത് ഭാഗത്തും തൂക്കിയ 2 കള്ളന്മാർ. അപ്പോൾ ഒരു ഇടത്ത് ഭാഗത്തെ കള്ളൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെ ഞങ്ങളെയും രക്ഷിക്കാം എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ച് പറഞ്ഞു. മറ്റവനോ, വലത്ത് ഭാഗത്തെ കള്ളൻ, അല്പം മാനസാന്തരം ഉണ്ടായി. അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മറ്റവനെ ശാസിച്ചു പറഞ്ഞു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു പാപി അനുതപിച്ചാൽ, എത്ര രക്താംബരം പോലുള്ള ചുമപ്പ് ആയിരുന്നാലും, അവൻ്റെ പാപത്തിന് രക്താംബരം പോലുള്ള ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. അവനൊരു പാപി അനുതപിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ അവന് ഒരു സ്വീകാര്യതയുണ്ടാകും, അവൻ സ്വർഗത്തിലൊരു സ്ഥാനമുണ്ടാകും എന്നാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്. മറ്റവനോ ദൈവത്തെ ദുഷിച്ച് പരിഹസിച്ച് പറഞ്ഞു. അവൻ നിത്യനരകത്തിന് അവകാശമായി. ഈ കള്ളനോ കർത്താവിൻ്റെ കൂടെ പറുദീസയിൽ പോയി. സ്വർഗത്തിൽ അവന് നിക്ഷേപമുണ്ടായി. അപ്പോൾ എത്ര വലിയ കൊടിയ പാപം ചെയ്താലും ഒരു പാപി അനുതപിച്ചാൽ തീർച്ചയായിട്ടും അനുതാപത്തിന് ഒരു വിലയുണ്ട്. അനുതാപിക്കുന്ന പാപിക്ക് സ്വർഗത്തിലൊരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മളെ മനുഷ്യരെല്ലാം ബലഹീനരാണ്. ആരും പെർഫെക്റ്റായിട്ടുള്ള ആൾക്കാരില്ല. പക്ഷെങ്കിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ അനുദപിച്ച ഒരു ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വന്നാൽ കണ്ണീരിനെ മാനിക്കുന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കള്ളനെക്കുറിച്ച് പറയുന്നത്, കള്ളൻ കട്ടുകെട്ട് പറുദീസയും കട്ടു എന്നൊരു പഴഞ്ചൊല്ലും അവർ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ആ കള്ളൻ അവസാന നിമിഷത്തിൽ അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് ക്രിസ്തു എന്ന് അവൻ വിശ്വസിച്ചു. അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അവന് സ്വർഗത്തിലൊരു സ്വീകാര്യതയുണ്ടായി. അതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ
39 തൊട്ട് 40 വരെയുള്ള 43 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും എത്ര തന്നെ പാപികളാണ് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട. പാപത്തെ ക്ഷമിക്കുവാൻ കർത്താവിന് കഴിവുണ്ട്. നീ അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. അപ്പോൾ നിൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. നിനക്ക് സ്വർഗത്തിലൊരു സ്വീകാര്യതയുണ്ടാകും. നിത്യജീവനെ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജാതനെ ഭൂമിയിലേക്ക് ദൈവം സത്യദൈവമായ അവനെയും ദൈവം അയച്ച പുത്രനെ വിശ്വസിക്കുന്നതെന്നാണ് നിത്യജീവൻ. അപ്പം നമ്മൾ നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു എന്ന രക്ഷയിൽ കൂടി നമുക്ക് രക്ഷയുണ്ടാകും. നമുക്ക് നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അവനാണ് നമ്മുടെ സകല പാപങ്ങളും പോറ്റി നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ വിലയായി തീർന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടും. അപ്പോൾ ഇതാണ്, നമ്മൾ എത്ര കൊടിയ പാപം ചെയ്താലും നമ്മൾ അനുതാപമുള്ള ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്നാൽ തീർച്ചയായിട്ടും ദൈവം പാപങ്ങളെ ക്ഷമിക്കും. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. നമുക്ക് സ്വർഗത്തിലൊരു സ്വീകാര്യത തരും. നമുക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം തിരഞ്ഞെടുക്കും. ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടുള്ള മെസ്സേജ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.